മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നുമകനെ അറുക്കാൻ കൊണ്ടുപോകുന്ന രംഗം, കൊണ്ടുപോകുന്ന രംഗമൊക്കെ തൻ്റെ മകൻ പറഞ്ഞ മറുപടികൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഈമാൻ വർദ്ധിക്കണം, നമ്മുടെ ഈമാനുകൾ വർദ്ധിക്കണം. അങ്ങനെ അത് വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ വർഷക്കാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബലിപെരുമാൾ ഇങ്ങനെ കടന്നു വന്ന് ഈ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു നമുക്ക് ഈമാനിക ചൈതന്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിൽ രണ്ടേ രണ്ട് ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇസ്ലാമിൽ 2 ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ 2 ആഘോഷങ്ങൾ? പറഞ്ഞ ചങ്ങാതിമാരെ, ഓണവും ക്രിസ്മസും. ഓർമ്മയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. റമളാനിന്റെ വ്രതം, റമളാനിന്റെ നോമ്പ് അവസാനിച്ച് ശവ്വാലിന്റെ പിറ കണ്ടു കഴിഞ്ഞാൽ ചെറിയ പെരുന്നാളും അതുപോലെ തന്നെ വലിയ പെരുന്നാളും, ഈ 2 ആഘോഷങ്ങളാണ് മുസ്ലിം ഉമ്മത്തിനുള്ളത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ത്യാഗസ്മരണയിൽ ദുൽഹജ്ജ് 10 വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമാണ് വലിയ പെരുന്നാൾ. മൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത വലഹു യൗമാനി യൽഅബൂന ഫീഹിമാ. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 2 ആഘോഷ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ മദീനത്തേക്ക് കടന്നു വരുമ്പോൾ പണ്ട് മുതലേ അവർ ആഘോഷിച്ചു കൊണ്ടിരുന്ന 2 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനിതാ നിങ്ങളിലേക്ക് വന്നപ്പോൾ ജാഹിലിയത്തിൽ നിങ്ങൾ ആഘോഷിച്ചിരുന്ന 2 ആഘോഷ ദിവസങ്ങൾ നിങ്ങൾക്കുള്ളതായി കാണുന്നില്ല. ആ ദിവസങ്ങളൊക്കെ പോയി. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ഇന്ന് മുതൽ നിങ്ങൾക്ക് 2 ആഘോഷ ദിവസങ്ങളേ ഉള്ളൂ. അത് 2 പെരുന്നാളിന്റെ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഘോഷമെന്ന് പറഞ്ഞാൽ എന്താണ്? പെരുന്നാളിന്റെ ദിവസം ആഘോഷിക്കാനുള്ളതാണ്. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? പടച്ചവനെ, ഇന്നത്തെ ആഘോഷമെന്ന് പറയാ നമ്മൾ ഉൾക്കൊള്ളുന്നത് വേറെ പല കാര്യങ്ങളാണ്. പടച്ചവനെ, ഊട്ടിയിലും കൊടൈക്കനാലിലും വയനാടിലും തോന്നുന്ന സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകലല്ല, ബീച്ചുകളിലും പാർക്കുകളിലേക്ക് പോകലല്ല. പെരുന്നാൾ വരുമ്പോ കുടുംബസമേതം സിനിമാ തിയേറ്ററിൽ പോകുന്നവരുണ്ട്, കളക്കായിട്ടൊരു പടം കാണാൻ പോകുന്നവരുണ്ട്. ഇന്ന് പെരുന്നാളല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 പെരുന്നാൾ ആഘോഷത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ ആഘോഷം? നമുക്ക് ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വേറെ പല കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടെന്നൊക്കെ പറഞ്ഞ പെരുന്നാളായി കഴിഞ്ഞാൽ പള്ളിയിൽ പോയി നിസ്കരിച്ചു, പെരുന്നാൾ കഴിഞ്ഞു. ഇന്ന് ഗൾഫിലൊക്കെ പെരുന്നാളായിരുന്നു. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്താടാ ഉറക്കമാണോ? ഉസ്താദേ, ഇന്ന് പെരുന്നാളല്ലായിരുന്നു, ഞങ്ങൾക്ക് പെരുന്നാളെന്ന് പറഞ്ഞാൽ ഉറങ്ങി തീർക്കാനുള്ള ദിവസം അത്ര തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെരുന്നാളെന്ന് പണ്ടത്തെ പെരുന്നാൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു, അൽഹംദുലില്ലാഹ്, പാപ്പാടെ കൂടെ പോയി ഖബർ സിയാറത്തൊക്കെ ചെയ്തു, കുടുംബ വീട്ടിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഭക്ഷണം കഴിച്ചു, ഇതൊക്കെയായിരുന്നു. ഇന്നങ്ങനല്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭാര്യയോട് പറയും, റെഡിയായി നിന്നോ, ഞാൻ വരുന്നുണ്ട്, വണ്ടി റെഡിയാക്കി പോവാ. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതൊന്നുമല്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് കുടുംബ വീടുകളൊക്കെ സന്ദർശിച്ച് നന്ദി കാണിച്ചുകൊണ്ട് 5 വഖത്ത് ഖളാ ആകാതെ നിസ്കരിച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് ആഘോഷിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ദിനത്തിൽ ഒരു സത്യവിശ്വാസി ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, വർഷത്തിൽ 2 പെരുന്നാളല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നാളെ ചെയ്യാൻ വേണ്ടി മുത്തുനബി പഠിപ്പിച്ചു തന്ന ചില മര്യാദകളുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തേക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം വർഷത്തിൽ ഒരിക്കലല്ലേ. ഇനിയിപ്പോൾ അടുത്ത പെരുന്നാൾ, ചെറിയ പെരുന്നാൾ വരെ ഞാൻ കാത്തിരിക്കണം. അപ്പൊ പെരുന്നാൾ ദിവസം ഒരാൾ പെരുന്നാളിന് എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് പള്ളിയിൽ വരേണ്ടത്? വരുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി
പ്രത്യേകം ചില കാര്യങ്ങൾ ചെയ്യണം, സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പെരുന്നാളിന്റെ ദിവസം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷേ നിങ്ങൾ ചെയ്യൂലേ? നാളെ പള്ളി വരുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് പവർ പോരാപ്പ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് വരുന്ന മനുഷ്യ, ഒന്നാമതായിട്ട് നീ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? നീ നല്ലതുപോലെ കുളിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പടച്ചവനെ 7:30 ജുമഅ പെരുന്നാളാണ്. പടച്ചവനെ നാളെ രാവിലെ 7 മണിക്ക് പെരുന്നാളല്ലേ, 7:15 പെരുന്നാൾ നിസ്കാര, സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങാ. എടാ പോത്തെ പള്ളിയിൽ പോടാ, പെരുന്നാൾ ചാടി എഴുന്നേറ്റോടലല്ല, കുളിക്കണം. എന്തേ കുളിക്കാൻ പറഞ്ഞത്? അന്നാഫി റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കാന യഗ്തസിലു യൗമൽ ഫിത്രി ഖബല അൻ യഗ്ദു ഇലൽ മുസല്ലാ. നാഫിയിൽ നിന്നും നിവേദനം, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് കുളിക്കുമായിരുന്നു അവിടെന്ന് ചരിത്രം പറയുകയാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു തആല അൻഹു മഹാനായ പ്രവാചകന്റെ മരുമകനായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാട് കുളിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും ഞാൻ കുളിക്കുന്നതാണ്. ഒരാൾ ചോദിച്ചു കുളിയെ കുറിച്ച്, അലിയാർ തങ്ങളോട് പറഞ്ഞു എല്ലാ ദിവസവും ഞാൻ കുളിക്കും. അപ്പൊ അവിടെ നിന്ന് പ്രത്യേകമായി ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അതല്ല, സുന്നത്തായ കുളിയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ജുമുഅ ദിവസം കുളിക്കും, അറഫ ദിവസം കുളിക്കും, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, ഈ ദിവസങ്ങളിൽ ഞാൻ കുളിക്കുമെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, അറഫ ദിവസം ഒക്കെ പോകട്ടെ, പെരുന്നാളിൻ്റെ അന്ന് കുളിക്കൽ സുന്നത്ത. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2, മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെരുന്നാൾ നമസ്കാരത്തിനായി ഉള്ളതിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിക്കൽ സുന്നത്ത. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏതെങ്കിലും ഒരു വസ്ത്രം ധരിക്കലല്ല, നിനക്കുള്ളതിൽ വെച്ച് പുതിയതുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിനക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അങ്ങാടിയിൽ നിന്നൊരു ജുബ്ബ എടുക്കുകയാണ്. അല്ലാഹുവേ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നല്ല ഒരു വസ്ത്രം വാങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇബ്തഗാദിഹി തജമ്മലു ബിഹൽ ഇബാദ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു പുതിയ വസ്ത്രം വാങ്ങി. യാ റസൂലല്ലാഹ് ഇബ്തഗാദിഹി തജമ്മല ബിഹാലിൽ ബിൽ ഈദി വൽ ഫൂദി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്ന, നബിയെ, പെരുന്നാളിന് നിവേദക സംഘം സ്വീകരിക്കുന്നതിന് അങ്ങ് വരുമ്പോ ഒന്ന് ഒരുങ്ങിക്കൂടെ, ഒന്ന് ഒരുങ്ങാമല്ലോ, ഒന്ന് ഒരുങ്ങാമല്ലോ. പുതിയ പള്ളി പെരുന്നാളിന് ആൾക്കാരൊക്കെ വരുമല്ലോ, അപ്പൊ അന്ന് ഒരുങ്ങുന്നതിന് വേണ്ടി ഞാനൊരു വസ്ത്രം വാങ്ങിയതാ, ഒരു പുതിയ വസ്ത്രം വാങ്ങിയതാ എന്ന് നബിയുടെ മുന്നിൽ പോയി പറഞ്ഞതായി ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമുഅ ദിനത്തിലും ഈദ് ദിനത്തിലും ധരിക്കാൻ പ്രത്യേകമായ വസ്ത്രമുണ്ടായിരുന്നു. ഹദീസിൽ കാണാം, ഇബ്നു ഖുസൈമ അന്റെ സഹീഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പെരുന്നാളിനും ജുമുഅയ്ക്കും ധരിക്കാനുള്ള പ്രത്യേക വസ്ത്രം. പഴയ ആൾക്കാർ അങ്ങനെ, അവർ ആ പെരുന്നാളിനും ജുമുഅയ്ക്ക് മാത്രം ധരിക്കുന്ന ഒരു വസ്ത്രം നമ്മുടെ കത്താമാർക്ക് ഉണ്ടായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലായിരുന്നില്ലേ? അവരന്ന് മാത്രമേ ആ വസ്ത്രം ധരിക്കൂ, അതായിരുന്നു. പെരുന്നാളിനപ്പോ പുതിയ വസ്ത്രം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഏറ്റവും നല്ല വസ്ത്രങ്ങളായിരുന്നു പെരുന്നാൾ ദിനത്തിൽ ധരിച്ചിരുന്നത്. സഹീഹുൽ ബുഖാരി 2 പെരുന്നാളിനും അലങ്കാര വസ്ത്രം ധരിക്കൽ എന്നൊരു അധ്യായം തന്നെ, പുതിയ വസ്ത്രം ധരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ മാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വെള്ള വസ്ത്രം ധരിക്കൽ ഇസ്ലാമിൽ പൊതുവായി വെള്ള വസ്ത്രം ധരിക്കണമെന്നല്ലേ?
എല്ലാവരും വെള്ള വസ്ത്രം ധരിക്കും. എന്നാൽ പെരുന്നാൾ ദിവസങ്ങളിൽ മറ്റുള്ള അലങ്കാര വസ്ത്രങ്ങൾ ധരിക്കണമെന്നും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വെള്ള തന്നെ ഒന്ന് മാറ്റി പിടിക്കണമെന്നൊക്കെ. ഇതിലാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പുതിയ വസ്ത്രമൊക്കെ ധരിക്കുക, അത്ര തന്നെ. പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുളിച്ചോ. വലിയ പെരുന്നാളിന് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് സുന്നത്താണ് കുളിക്കല്. അത് കഴിഞ്ഞാൽ പുതുവസ്ത്രം ധരിക്കണമല്ലോ. അതാ വസ്ത്രം ധരിക്കുന്ന സമയത്ത് പറയണം, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസ്വതൈൻ അസ്അലുക മിൻ ഖൈരി വ ഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരി വ ശർരി മാ സുനിഅ ലഹു എന്ന് നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ദുആ ചെയ്യണം. മൂന്നാമതായി പറയുകയാണ്, പെരുന്നാൾ ദിനം ഈദ് നമസ്കരിക്കുന്നതിനായി പുറപ്പെടുമ്പോ നീ സുഗന്ധം പൂശണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സുഗന്ധം തേച്ചവനായി രീതിയിൽ അത്തര തേച്ചിട്ട് വേണം നീ പള്ളിയിലേക്ക് വരാൻ. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ അറിവുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, എല്ലാ പെരുന്നാളിനും അലങ്കാരവും സുഗന്ധവും അവർ സുന്നത്തായി ചെയ്തിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ പുതിയ വസ്ത്രം ധരിച്ച്, നിങ്ങൾ സുഗന്ധം തേച്ച്, നിങ്ങൾ കുളിച്ചിട്ട് പള്ളിയിലേക്ക് വരണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ഈദുൽ ഫിത്ർ ദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് എന്തെങ്കിലും ഭക്ഷിച്ചിരിക്കണം. 2 പെരുന്നാളുകൾ. ഏത് പെരുന്നാളിനാ ഭക്ഷണം കഴിച്ചിട്ട് പള്ളി വരേണ്ടത്? വലിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ വരണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ നാളെ എങ്ങനെ വരുന്നേ? കഴിച്ചിട്ട് വരും. കാരണം വലിയ പട്ടിണിയായി പോയില്ലേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് പിടിച്ച് 30 ദിവസം നോമ്പ് പിടിച്ചിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരണം. വലിയ പെരുന്നാളിന് നേരെ തിരിച്ച നിസ്കരിച്ചിട്ട് പോയി ഭക്ഷണം കഴിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹദീസ് വിശദീകരിക്കുന്നില്ല. 5 എൻ്റെ പ്രിയപ്പെട്ടവരെ തക്ബീർ ചൊല്ലണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവരും പെരുന്നാൾ ദിവസം തക്ബീറുകൾ അധികമായി പറയണം. ഒരുപാട് പ്രതിഫലമുള്ള കാര്യമാണ് തക്ബീർ. അത് കേൾക്കുന്ന സർവ്വചരാചരങ്ങളും നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അതുകൊണ്ടാണ് തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ പറയണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ടൊരു 10 തക്ബീർ മൈക്കിയിട്ട് പറയണം കേട്ടോ. അങ്ങനുണ്ടല്ലോ അല്ലേ മുസമ്പിൽ അവിടെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പുറത്ത് മൈക്ക് കൊടുക്കണം. കാരണം എല്ലാവരും അറിയട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ വരുമ്പോൾ പ്രവാചകൻ അവിടെ 6ാമതായി പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങൾ നടന്നു പോകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകണം. കാരണം നിങ്ങളുടെ ഓരോ ചുവട്ടടിക്കും വല്ലാത്ത പ്രതിഫലമാണ്. ഓരോ ചുവട്ടടിക്കും അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയാണ്, നിങ്ങളുടെ പദവികൾ അള്ളാഹു ഉയർത്തുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ, അതാ പണ്ടുള്ളവര് പറയും, ഒരേ വഴിയിൽ വന്ന് ഒരേ വഴിയിൽ തിരിച്ചു പോകരുത്. പടച്ചവനെ പ്രതിഫലം കൂടുതൽ
കിട്ടാൻ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെരുന്നാൾ നമസ്കരിക്കാൻ പോകുമ്പോ നിങ്ങൾ നടന്നു പോകണേ, നിങ്ങളുടെ കാൽ ചുവടിന് അല്ലാഹു പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, പെരുന്നാൾ നമസ്കാരത്തിന് പള്ളിയിൽ വന്നു. വെള്ളിയാഴ്ച ദിവസം 2 ഖുതുബ കഴിഞ്ഞിട്ടാണ് പെരുന്നാൾ ജുമാ നിസ്കാരം. എങ്കിലും പെരുന്നാൾ നമസ്കാരത്തിൽ നേരെ തിരിച്ചാ 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞിട്ടാണ് 2 ഖുതുബ. സലാം വീട്ടിയാൽ ഇറങ്ങി ഓടരുത്, സലാം വീട്ടിയാൽ ഇറങ്ങി ഓടരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല ശഹിദുൽ ഈദ് മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കർ വഉമർ വഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഫകുല്ലുഹും കാനൂ യുസല്ലൂന ഖബിലൽ ഖുതുബ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുതുബാനെ ഉപേക്ഷിക്കല്ലേ, നിങ്ങൾ ഖുതുബ കേട്ടിട്ട് വേണം പോകാൻ. പെരുന്നാൾ ദിവസം പള്ളിക്കകത്ത് വന്നിരുന്ന് 2 ഖുതുബകൾ നിങ്ങൾ കേൾക്കണേ, ഇമാം ഉപദേശിക്കുന്നത് കേൾക്കണേ, അല്ലാതെ നിങ്ങൾ ധൃതിയായിട്ട് ഇറങ്ങി ഓടരുത്. അല്ലാഹ് ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാഹ്. പ്രവാചകൻ അവിടുന്ന് 8ാമതായി പറയുകയാണ്, പെരുന്നാൾ ദിവസം പള്ളിയിൽ വരുന്നവരോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഫിത്രി റകഅതൈൻ ലം യുസല്ലി ഖബലഹാ വലാ ബഅദഹാ സുമ്മ അതൻ നിസാ വ മഅഹു ബിലാൽ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് വന്നു, പടച്ചവനെ നമസ്കാരം കഴിഞ്ഞു, ഖുതുബ കഴിഞ്ഞു, ദുആ ചെയ്തു, നിങ്ങളൊരു സദഖ കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് പറയുമായിരുന്നു, നിങ്ങൾ ധർമ്മം ചെയ്യാൻ അവരോട് നിർദ്ദേശിച്ചു. നബിയുടെ കൂടെ ബിലാൽ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് സദഖ കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പെരുന്നാൾ ഖുതുബയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദഖ ചെയ്യാൻ നിർദ്ദേശിക്കുകയും അവർ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ശേഖരിക്കുകയും ചെയ്തു. അവർ മുസ്ലിമീങ്ങളിൽപ്പെട്ട ദരിദ്രർക്ക് കൊടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. പെരുന്നാളിന് പള്ളിയിലേക്ക് കടന്നു വന്നു, ഒരു സദഖ നിങ്ങളുടെ കയ്യിൽ കരുതി വെക്കണം. ഏതെങ്കിലും പാവപ്പെട്ടവരുണ്ടല്ലോ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരുണ്ടല്ലോ, നിങ്ങൾക്കറിയുന്ന, അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രായമുള്ള ഉപ്പയുടെ കൂട്ടുകാര്, ഉപ്പയുടെ സഹോദരങ്ങള്, ഉമ്മയുടെ കൂട്ടുകാര്, കുടുംബക്കാര്, അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് നിങ്ങൾ സദഖ കൊടുക്കണേ. അത് പെരുന്നാൾ ദിവസം ചെയ്യേണ്ട ഒരു നന്മയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് എടുത്തു പറഞ്ഞു, പെരുന്നാൾ നമസ്കാരത്തിന് പോകുമ്പോൾ ഒരു വഴിയിലൂടെയും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെയും നിങ്ങൾ പോകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമ ഈദിൻ ഖാലഫ ത്വരീഖ്. അല്ലാഹുവിന്റെ റസൂൽ പെരുന്നാൾ ദിവസം പോയ വഴിക്കല്ല തിരിച്ചു വരാറുള്ളൂ. പ്രവാചകൻ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്ന വഴിയിലൂടെയല്ല തിരിച്ചു വരുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിലേ വന്ന് ഇതിലേ ഇറങ്ങിപ്പോകുമ്പോ, ഇതിലേ വരുമ്പോ നീ മണ്ണും കല്ലും നിന്നെ കണ്ടുകൊണ്ട് പല സാധനങ്ങളും ദുനിയാവിലുണ്ട്, അതൊക്കെ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അടുത്ത വഴി കൂടെ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നതും കാണും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഒരു വഴിയിലൂടെ പുറപ്പെടുകയും മറ്റൊരു വഴിയിലൂടെ മടങ്ങുകയും ചെയ്യുമായിരുന്നു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അവസാനത്തെ കാര്യം അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസല്ലി ഖബ്ല അൽ ഈദി ശൈഅൻ ഫഇദാ റജഅ ഇലാ മൻസിലിഹി സ്വല്ല റകഅതൈനി ഖാല നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ വന്നു, പെരുന്നാൾ നിസ്കരിച്ചു, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നാൽ 2 റക്അത്ത് നിങ്ങൾ നമസ്കരിക്കണം എന്ന് നബിയുനാ റസൂലുള്ളാഹി. പെരുന്നാൾ കഴിഞ്ഞു വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉളുഹിയ്യത്ത് അറുത്തു കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഉളുഹിയ്യ കർമ്മങ്ങൾ അവിടെ നടത്തു കൊടുക്കുക. അതുപോലെ തന്നെ കുടുംബക്കാർ നിസ്കാരം കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ മരണപ്പെട്ടു പോയവർ, അവരെ സന്ദർശിക്കാൻ കഴിയുന്നവർ അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കുടുംബക്കാർ, നമ്മളൊക്കെ പുതിയ വസ്ത്രവും ധരിച്ച് വലിയ ആഘോഷത്തിലും സന്തോഷത്തിലും നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ആദ്യമായിട്ട് പള്ളിയിൽ പോകാൻ പെരുന്നാളിന് നിന്നെ കുളിപ്പിച്ചതാരാ, നിന്നെ ഒരുക്കിയതാരാ, നിനക്ക് സുഗന്ധം തേച്ച് മുടിയൊക്കെ ചീകിത്തന്ന് തലയിൽ തൊപ്പി വെച്ച് കെട്ടിപ്പിടിച്ചൊരു മുത്തവും തന്ന് പാപ്പാടെ കയ്യിൽ കൊടുത്തുവിട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ആദ്യമായിട്ട് പായിപ്പാട് പള്ളിയിൽ നിസ്കരിക്കാൻ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് കയ്യും കാലുമൊക്കെ കഴുകി മോനെ അടുത്ത് നിൽക്കണേടാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ച് സഫിൻ്റെ ചാരത്തിരുത്തി മോനെ ചേർത്ത് പിടിച്ച നമ്മുടെ വാപ്പമാർ പലരും ഖബറിലാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ തിരിഞ്ഞു നോക്കാത്ത മക്കളാകാൻ പാടില്ല നമ്മൾ. ഈ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ അവരെ ഓർക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് ഞാൻ നോക്കുമ്പോൾ കുറേ ചെറുപ്പക്കാർ, ഇവിടെ ക്ലാസ്സൊക്കെ കേൾക്കാൻ വരുന്ന ചെറുപ്പക്കാർ, ആരുടെയോ ഖബർ ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടിട്ട് ആ ഇടിഞ്ഞു കിടക്കുന്ന ഖബറിൻ്റെ മുകളിൽ മണ്ണൊക്കെ കൊണ്ടിടുന്നത് കണ്ടു. അള്ളാഹു ആ ഒക്കെ മരിച്ചു പോയവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ ഇല്ലേ ദുആ? നമ്മൾ വെള്ളിയാഴ്ചത്തെ ദുആ നാളെ ഉണ്ടോ? ഉണ്ടോ? അതോ മക്കൾക്ക് നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യും. നാളെ ദുആ വേണോ? വേണ്ട. നിങ്ങൾ സ്വന്തം പോയി അത്താടുത്ത് അമ്മാടുത്തും പോയി അടുത്ത് പോയി യാസീൻ ഓതി ദുആ ചെയ്യും. എന്നും പള്ളിയുടെ മുകളിൽ കയറി സലാം പറഞ്ഞിട്ട് പോകലല്ലേ? അല്ലേ? പെരുന്നാളിൻ്റെ അന്ന് നമ്മുടെ അത്താടെ അമ്മാടെയും ഖബറിൻ്റെ ചാരത്ത് പോയി നിന്ന് സംസാരിക്കണം. അവരടുക്ക പോയി സലാം പറഞ്ഞ് അവരടുക്ക പോയി, അതൊരു വല്ലാത്തൊരു മഹത്വമല്ലേ? ഖബർ അറിയാമെങ്കിലേ പോവാ, ഖബർ അറിഞ്ഞാലല്ലേ പോവാ. അപ്പൊ അറിയുന്നവർ അവരുടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഖുതുബ കഴിഞ്ഞിട്ട് ഇവിടെ ദുആ ചെയ്യാം. നിങ്ങളെല്ലാവരും മരിച്ചവരുടെ ഖബറിന്റെ ചാരത്ത് പോയി ദുആ ചെയ്യണം. അള്ളാഹു അവർക്ക് പെരുന്നാളിന്റെ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖബർ കാണുമെന്ന് വിശ്വസിക്കുന്നവരല്ലേ? നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും, നമുക്കറിയില്ലേ? അറിയില്ലേ? അല്ല, ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കണവരാ നമ്മൾ. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു, ഒരു ചങ്ങാതി പറയുന്നു ഉദ്ഹി തന്നെ ഇല്ലാന്നാ പറയണേ. സുബ്ഹാനല്ലാഹ്, ഉദ്ഹിയ്യത്ത് തന്നെ ഇല്ല, അതൊക്കെ ശിർക്കാണെന്ന് പറയുന്ന മനുഷ്യന്മാർ. അല്ലാഹു അഅലം. പള്ളികളും മദ്രസകളൊക്കെ ഒരുപാട്, എന്താ പാലിച്ചോയ്ക്ക് ഇതൊക്കെ ഒരു മേടം നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യും, എന്തിനാ നിഷേധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് തന്നെയുണ്ട്, മരിച്ച മനുഷ്യൻ കേൾക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കാലിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം പോലും കേൾക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് കേൾക്കുമെങ്കിൽ പിന്നെ ദുആ ചെയ്യാൻ കേൾക്കൂലേപ്പാ. ഖബറാളി കേൾക്കുന്നില്ലേ? ഖബറടക്കിയിട്ട് പോകുമ്പോൾ ആ ചെരുപ്പിൻ്റെ ശബ്ദം പോലും കേൾക്കുമെന്നല്ലേ പറയണേ? അപ്പോൾ പിന്നെ ദുആ ചെയ്താൽ കേൾക്കൂലേ? നിങ്ങൾ പെട്ടുപോകരുത്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ളതിലൊന്നും പുതിയ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പുതിയ പുതിയ ആൾക്കാരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പം ശരിയല്ലേ എന്ന് തോന്നിപ്പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അവിടെയൊക്കെ പഴയ തലമുറ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും, പെട്ടെന്ന് പോകാം, എല്ലാം തീരും, പെട്ടെന്ന് ഓടി വരാം, അതൊക്കെയാണ് നല്ലത് എന്ന് തോന്നാം. പക്ഷെ ഒരിക്കലും നമുക്കറിയാം ഇതൊക്കെ ശരിയല്ല എന്ന്. ഇത് ചെയ്യുന്നവനും അറിയാം. നിസ്കാരം കഴിഞ്ഞാൽ ദുആ ഇല്ല, ഓടുക, സലാത്തില്ല, ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ പെരുന്നാളിൻ്റെ തലേ രാത്രിയ. ഇന്നത്തെ പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഈ ലൈവ് ചെയ്യുന്നവൻ വന്നപ്പോഴേ പറഞ്ഞു, ഉസ്താദെ ഇന്ന് നേരത്തെ നിർത്തണം, വീട്ടിൽ പോകണമെന്ന്. കാരണം അത് മാത്രമല്ല,
ബാറ്ററിയുടെ ചാർജ് തീരാറായോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അൽഹംദുലില്ലാ ഒരുപാട് പേര് ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പരിശുദ്ധമായ ഖുർആൻ ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. ഈ രാവിലെ ദുആ ചെയ്യാൻ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ അൽഹംദുലില്ലാ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഒരു പെരുന്നാൾ സമ്മാനം വേണ്ടേ? പെരുന്നാൾ സമ്മാനം വേണ്ടേ? എന്താ വേണ്ടത്? അൽഹംദുലില്ലാ ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വ പ്രയാസങ്ങളും മാറാനുള്ള ഒരു ദിക്റ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്ന ഒരു ദിക്റ് ഞാൻ പറഞ്ഞു. പരിശുദ്ധമായ കഅബ, അള്ളാഹുവിൻ്റെ കഅബയുടെ കില്ലയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് എത്രയോ പേര് കടം കയറി സർവ്വതും നഷ്ടപ്പെട്ടു പോയവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഅബ ശരീഫിന്റെ വാതിലിനോട് ചേർന്നുള്ള കിസ്വയിൽ ഈ ദിക്റിന്റെ മുദ്രാവാക്യം എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ദിക്ർ ജീവിതത്തിൽ പറയുന്നതിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകും. അതുകൊണ്ട് ഈ ദിക്ർ നമ്മൾ നിത്യമാക്കണം, ദായിമാക്കണം. ഉസ്താദെ കടമാ ഉസ്താദെ, മക്കളില്ല ഉസ്താദെ, രോഗമാ ഉസ്താദെ, പ്രയാസമാ ഉസ്താദെ, സമാധാനമില്ല. എൻ്റെ വഅദ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട്, സഹോദരങ്ങളോട് ഈ പെരുന്നാളിൻ്റെ രാത്രിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എൻ്റെ കയ്യിൽ ഈ ഒരു ദിക്റേ ഉള്ളൂ. ഇത് നിങ്ങൾ ജീവിതത്തിൽ നിത്യമാക്കി നോക്ക്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക നൽകുന്ന ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് സഹോദരിമാർ, അവരുടെ കയ്യിലുള്ളത് ഈ പള്ളിക്ക് വേണ്ടി നൽകുന്നവരുണ്ട്. അൽഹംദുലില്ലാ, ഈ പരിശുദ്ധമായ പെരുന്നാളിന്റെ രാത്രി ദുആയ്ക്ക് ഉത്തരമുള്ള രാത്രിയാണ്. അതുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് അല്ലാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സ്വതക്ക നൽകൂ. വലിയ പ്രതിഫലമാണ്, വലിയ പ്രതിഫലമാണ്. മരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പടച്ചവനെ, ഒരു ചാക്ക് സിമെന്റിന്റെ പൈസയാകട്ടെ, ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസയാകട്ടെ, ഒരു മുസല്ലയുടെ പൈസയാകട്ടെ, നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടി കൊടുക്ക്. ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഉദ്ഹിയയുടെ പൈസ കൊണ്ട് കൊടുക്കേണ്ടത് എവിടെയാണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്ക്. വലിയ പ്രതിഫലമാണല്ലോ. ഉദ്ഹിയത്ത് നടത്തണ്ട എന്നല്ല. ഒരാൾ പറഞ്ഞു ഉദ്ഹിയയുടെ പൈസ കൊണ്ട് എവിടെ കൊടുക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത് വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സങ്കടമില്ലായിരുന്നു. നമ്മുടെ കൗമ തന്നെ പറയുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്ന പല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് ദുആ ചെയ്തിട്ട് ഈ ദിക്ർ പറഞ്ഞ് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഹരിപ്പാട് നിന്ന് ഷഹാന എന്ന സഹോദരി തൻ്റെ ഭർത്താവ് നാഗാലാൻഡിൽ ജോലി സ്ഥലത്ത് വെച്ച് കൊറോണ ബാധിച്ചു മരണപ്പെട്ടു പോയി. 9 വയസ്സുള്ള ഒരു മകനുണ്ട്. എൻ്റെ ഭർത്താവിന് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. 5000 രൂപ നമ്മുടെ പള്ളിക്ക് വേണ്ടി. റഹ്മുറഹീമായ അല്ലാഹ്, കരുണക്കടലായ പടച്ചവനെ, അല്ലാഹുവേ, സ്വന്തം നാട്ടിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഒരു നാട്ടിൽ വെച്ചാണ് മരണപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്യനാട്ടിൽ വെച്ചാണ് മരണപ്പെടുന്നതെങ്കിൽ അവന്റെ നാടും മരണപ്പെടുന്ന നാടും എത്ര ദൂരമുണ്ടോ
അത്രയും ദൂരം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ആ സഹോദരനെ നീ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, 9 വയസ്സുള്ള കുഞ്ഞിനെയും ഒറ്റയ്ക്കാക്കി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും തനിച്ചാക്കി യാത്രയായ സഹോദരനാണ്. മണ്ണറ നീ മണിയറയാക്കണേ തമ്പുരാന്. ആ പൊന്നു പെങ്ങൾക്ക് നീ സമാധാനം നൽകണേ തമ്പുരാന്. ആ കുഞ്ഞിന് പടച്ചവന് ഒരു കുറവും നീ വരുത്തല്ലേ അല്ലാ. അവരുടെ കണ്ണുനീരിന് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ എല്ലാവിധ ഖൈറു ബറക്കത്തും നൽകണേ തമ്പുരാന്. പടച്ചവനെ, കൈപ്പത്ത് നിന്ന് റാസിന എന്ന സഹോദരി തന്റെ മകന് 10 വയസ്സായി, പഠിക്കാൻ വളരെ മടിയാണ്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. മരിച്ചുപോയ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. നിന്റെ പള്ളിക്ക് വേണ്ടി ഒരു മുസല്ലയുടെ പൈസ പടച്ചവനെ, റാസിന എന്ന സഹോദരി അവരുടെ ഉമ്മയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കണേ അല്ലാ. പടച്ചവനെ, പൊന്നുമോന് നീ പഠിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഓർമ്മശക്തി നൽകണേ അല്ലാ. ബുദ്ധിശക്തി നൽകണേ അല്ലാ. മടി മാറ്റണേ അല്ലാ. സ്വാനുസരണയുള്ള മകനാക്കണേ അല്ലാ. പടച്ചവനെ, തന്റെ മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പൊന്നുമോനാക്കണേ തമ്പുരാനെ. കോട്ടയ്ക്കലിൽ നിന്നൊരു സഹോദരി തന്റെ ഭർത്താവിന്റെ കച്ചവടം ഒരുപാട് പടച്ചവനെ കടമുണ്ട്, അതുപോലെ ധാരാളം പൈസ കിട്ടാനുമുണ്ട്. നിന്റെ പള്ളിക്ക് വേണ്ടി സ്വർണ്ണം സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. ജോലിയിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാന്. കിട്ടാനുള്ള പണങ്ങൾ മുഴുവനും തിരിച്ചു കിട്ടൂ, നീ തിരിച്ചു കൊടുക്കണേ റഹ്മാന്. കടങ്ങൾ വീട്ടാന് ഒരു വഴി നീ തുറന്നു കൊടുക്കണേ തമ്പുരാന്. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ പടച്ചവനെ. ഒരു സ്വാലിഹത്തായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നിന്റെ പള്ളിക്ക് വേണ്ടി അല്ലാഹുവേ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ കൊടുക്കണേ അല്ലാ. ഒരു സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. അവന്റെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. മാനന്തവാടിയിൽ നിന്ന് സൽമ എന്ന സഹോദരി വീട് ജോലി ചെയ്ത് പുലകടം അല്ലാഹുവേ കുടുംബം പുലർത്തുന്ന സഹോദരിയാണ്. തന്റെ മകൻ ഗൾഫിൽ പോയി ജോലി ശരിയായിട്ടില്ല. എന്റെ നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയിരിക്കുന്നു റബ്ബേ. തന്റെ പൊന്നുമകന് നല്ല ഒരു ജോലി കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും മാറ്റണേ അല്ലാ. ഭർത്താവിന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ. എരുമേലിയിൽ നിന്നൊരു സഹോദരി മരുമകൾക്ക് ക്യാൻസർ ആണ്. ശിഫ നൽക റബ്ബേ, ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ആലപ്പുഴയിൽ നിന്നൊരു സഹോദരി ആഫിയത്തുള്ള ദീർഘായുസ് ലഭിക്കാൻ സ്വീകരിക്കണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സമാധാനം നൽകണേ തമ്പുരാന്. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റണേ റഹ്മാന്. കാസർഗോഡ് നിന്നൊരു സഹോദരി ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ്. ഭർത്താവിന് ജോലിയൊന്നുമില്ല, കടങ്ങളാണ് റബ്ബേ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. പന്തളത്ത് നിന്നൊരു സഹോദരൻ കഴിഞ്ഞ ദിവസം കൊറോണ വന്ന് മരണപ്പെട്ടു. ഖബർ വിശാലമാക്കണേ തമ്പുരാന്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാന്. സമാധാനം നൽകണേ അല്ലാ. കരുണക്കടലായ അല്ലാ. മംഗലാപുരത്തുള്ള ലത്തീഫ് എന്ന് പറയുന്ന സഹോദരന്റെ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹുവേ വെന്റിലേറ്ററിലാണ് പടച്ചവനെ. ഒരുപാട് ദിവസങ്ങളായി തമ്പുരാനെ. പടച്ചവനെ, ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് റഹ്മാന്. മരുന്നുകളെക്കാൾ കഴിവ് നിനക്കാണല്ലോ അല്ലാ. ഗഫൂറായ അല്ലാ. 3 പെൺമക്കളാ അല്ലാ. ശിഫ നൽകണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നിസാർ ഉപ്പളയിലുള്ള നിസാർ എന്ന സഹോദരൻ അവന്റെ ജോലിയിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാന്. സമാധാനം നൽകണേ തമ്പുരാന്. അവന്റെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാന്. അല്ലാഹുവേ, ചന്ദിരൂരിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ
തന്റെ പൊന്നുമോന് അല്ലാഹുവേ ഒരു സാലിഹത്തായ ഇണയെ കൊടുക്കണേ അല്ലാ, ഒരു സാലിഹത്തായ ഇണയെ കൊടുക്കണേ അല്ലാ, ആ പൊന്നുമോന് നല്ല ഒരു ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ പള്ളിക്ക് വേണ്ടി 50,000 രൂപ സദഖ ചെയ്ത അലി എന്ന് പറയുന്ന സഹോദരന് അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാ. മംഗലാപുരത്തുള്ള ശരീഫ് എന്ന് പറയുന്ന സഹോദരൻ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ് റബ്ബേ, സ്വാലിഹായ സന്താനത്തിന് കൊടുക്കണേ അല്ലാ. ഒരു പ്രയാസവും വരുത്തല്ലേ അല്ലാ, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. നൗഷാദ് എന്ന് പറയുന്ന സഹോദരൻ വാപ്പയും ഉമ്മയും ഖബറിലാണ് റബ്ബേ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ ഷാഫി എന്ന ചെറുപ്പക്കാരൻ, ബിസി റോഡുള്ള ഷാഫി എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ അല്ലാഹുവേ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. നല്ല നല്ല ബുദ്ധിശക്തിയും ഓർമ്മയും കൊടുക്കണേ അല്ലാ. അവന്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ഒരുപാട് സദഖ നൽകിയവരുണ്ട് റഹ്മാനെ. അവരുടെ സദഖ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചവനെ കോട്ടയ്ക്കൽ നിന്ന് ഫാത്തിമ എന്ന സഹോദരി തന്റെ ഉപ്പ മരിച്ചിട്ട് 2 വർഷമായി. ഉമ്മയുടെ ബർസഖ് ജീവിതം നന്നാകുവാനും എനിക്കൊരു ജോലി ശരിയാകുവാനും അല്ലാഹുവേ നിന്റെ പള്ളിക്ക് വേണ്ടി സദഖ നൽകിയിരിക്കുന്ന റബ്ബേ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ മരിച്ചുപോയവർ അവരുടെ കബറിടം നീ വിശാലമാക്കണേ തമ്പുരാന്. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. പാലക്കാട് ചളവറയിൽ നിന്ന് അല്ലാഹുവേ ഒരു സഹോദരൻ തന്റെ ഉമ്മയുടെ ശ്വാസം മുട്ടലും ചുമയുമാണ് റബ്ബേ ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ പൂനൂരിൽ നിന്നൊരു സഹോദരി ജീവിതത്തിൽ ഹാഫിളാകാൻ ഒരു പൊന്നുമോനെ തരാൻ വേണ്ടി ദുആ ചെയ്യാൻ ഗഫൂറായ അല്ലാഹ് ഖുർആനിനെ ഇഷ്ടപ്പെടുന്ന കുടുംബമാണ് റബ്ബേ. അല്ലാഹുവേ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവരാണ്. സ്വാലിഹായ സന്താനത്തിന് കൊടുക്കണേ അല്ലാഹ്. കൊടിഞ്ഞിയിൽ നിന്നൊരു സഹോദരൻ എന്നെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അല്ലാഹുവേ മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ റബ്ബേ സ്വീകരിക്കണേ അല്ലാ. മുത്തുനബിയുടെ ശഫാഅത്ത് കൊടുക്കണേ അല്ലാ. മലപ്പുറത്ത് നിന്നൊരു സഹോദരൻ കൊടുത്ത പണം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസത്തിലാണ് റബ്ബേ, വളരെ പ്രയാസത്തിലാണല്ലോ. കൊടുത്ത കാശ് തിരിച്ചു കിട്ടാതെ കണ്ണുനീര് കുടിക്കുകയാണ് റബ്ബേ. ഒരു വഴി തുറക്കണേ അല്ലാ. സലാമത്തിലാക്കണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ച റബ്ബേ ചെറുവാഞ്ചേരിയിൽ നിന്ന് അഫ്സൽ എന്ന് പറയുന്ന സഹോദരൻ തന്റെ പ്രയാസങ്ങൾ മാറാൻ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ആ കുടുംബത്തിന് എല്ലാവിധ ഖൈറു ബറക്കത്തും നൽകണേ അല്ലാ. പുത്തൻതെരുവിൽ നിന്ന് സാബു എന്ന സഹോദരൻ തന്റെ പിതാവ് അബ്ദുൽ അസീസ് ദുൽഹജ്ജ് 8 മരണപ്പെട്ടു പോയി. കബറിടം വിശാലമാക്കണേ തമ്പുരാന്. ആ മണ്ണറ മണിയറയാക്കണേ പടച്ചവന്. റഹീമ ബീവി എന്ന സഹോദരി തന്റെ മരണപ്പെട്ട ഭർത്താവിന്റെ ഖബറ് വിശാലമാക്കണേ തമ്പുരാന്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാന്. തന്റെ മരണപ്പെട്ട പിതാവിന് വേണ്ടി അല്ലാഹുവേ കടങ്ങളൊക്കെ വീടാറ് അല്ലാഹുവേ എല്ലാ കടങ്ങളും വീട്ടണേ അല്ലാ.
പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ, ഷാർജയിൽ നിന്നൊരു സഹോദരി തന്റെ വീടിന്റെ പണി പൂർത്തിയാകുവാനും ജോലി നഷ്ടപ്പെടാതെ നിലനിർത്തി കിട്ടാൻ പടച്ചവനെ ഈ പള്ളിക്ക് വേണ്ടി 50,000 രൂപ സദഖ ചെയ്തവരാ. ഗഫൂറായ അല്ലാ, നിന്നെ ഓർത്തവരാ അല്ലാ, നിന്നെ ഓർത്തവരാ അല്ലാ, നിന്നിൽ പ്രതീക്ഷ വെച്ചവരാ അല്ലാ. ആ സാധുവിന്റെ ജോലി നഷ്ടപ്പെടുത്തല്ലേ അല്ലാ, ഒരു വഴി തുറക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, വീടിന്റെ പണി എളുപ്പത്തിലാക്ക അല്ലാ. കഴക്കൂട്ടത്ത് നിന്ന് ശൈലാ ബീവി, അല്ലാഹുവേ ശരീരസുഖത്തിനും മക്കളുടെ നല്ല ഉയർച്ചയ്ക്കും റബ്ബേ സദഖ സ്വീകരിക്കണേ തമ്പുരാൻ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാൻ, പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാൻ. ശജില തിരുവനന്തപുരം, പടച്ചവനെ സ്വന്തമായൊരു വീട് സ്വപ്നം കാണുന്ന പെങ്ങളാണ് റബ്ബേ, സ്വീകരിക്കണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്ത് റൂഹി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ഏതാ ദിക്ർ? ഇൻഷാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അങ്ങനെ മുഹമ്മദുർ റസൂലുള്ളാഹി സാദിഖുൽ വഅദുൽ അമീൻ. ഈ ദിക്ർ കഅബയുടെ കില്ലയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സാദിഖുൽ വഅദുൽ അമീൻ. ദിക്ർ വേണ്ടവരുടെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ എഴുതി തരാം ഇൻഷാ അല്ലാഹ്. ഇത് ജീവിതത്തിൽ നിത്യമാക്കും. എല്ലാ ദിവസവും പറഞ്ഞു. എത്ര വേണോ നിങ്ങളുടെ ഇഷ്ടം, ഇത്രയൊന്നൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ പറ. നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമാണ്. അത്രയും മഹത്വം ഉണ്ടതല്ലേ അവിടെ എഴുതി വെച്ചിരിക്കണേ അല്ലേ? അള്ളാഹു നമുക്ക് പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ ഇതിലുണ്ടോ? പോത്തൊക്കെ കൊണ്ടുവന്ന എല്ലാവരുടെയൊക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാളെ രാവിലെ പെട്ടെന്നാണ് ദുആ ചെയ്യുക. മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കാഞ്ഞങ്ങാട് നിന്നൊരു സഹോദരി, 2 കാലിൻ്റെയും മുട്ടിന് വേദനയാണ്. മുട്ടിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ പള്ളിക്ക് വേണ്ടി 10,000 രൂപ സദഖ ചെയ്തിട്ടുണ്ട് ശിഫയാകുന്നതിന് വേണ്ടി. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹ്മായ അല്ലാഹ്, പടച്ചവനെ, കാഞ്ഞങ്ങാട് നിന്നൊരു പ്രിയപ്പെട്ട ഉമ്മ 2 കാലിനും മുട്ടിനും വല്ലാത്ത വേദനയാണ് പടച്ചവനെ. അല്ലാഹുവേ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ഗഫൂറായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, ഷാഫിയായ അല്ലാഹ്, 10,000 രൂപ നിന്റെ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്നു റബ്ബേ. ഏത് രോഗത്തെയും മാറ്റാൻ സദഖയ്ക്ക് കഴിയുമല്ലോ അല്ലാഹ്. ഈ പരിശുദ്ധ രാവിലെ നിനക്ക് വേണ്ടി തന്ന ഉമ്മയാണ്. നീ കൈവിടല്ലേ പടച്ചവരെ, നീ കൈവിടല്ലേ റഹ്മാനെ.
ആ ഉമ്മയുടെ കാല് നീ മുറിക്കല്ലേ അല്ലാ, അതിൻ്റെ കാല് നീ കീറി മുറിക്കല്ലേ അല്ലാ. ആ ഉമ്മയുടെ വേദനകൾ മാറ്റണേ തമ്പുരാനെ. ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബർക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ, കാസർഗോഡ് കല്ലൂരാവിയിലുള്ള നിസാർ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉമ്മയ്ക്ക് വല്ലാത്ത ഒരു പ്രയാസത്തിനാണ്. അല്ലാഹുവേ, ഉമ്മയുടെ വേദനകൾ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാന്. ഉമ്മയുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ, എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന കുടുംബമാണ്. ആ ഉമ്മയുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. പിതാവ് പടച്ചവനെ, നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നാട്ടിലേക്ക് വരാൻ കഴിയാതെ വളരെ പ്രയാസത്തിലാണ് റബ്ബേ. നീ എല്ലാം പരിഹരിക്കണേ തമ്പുരാന്. നീ കരുണ ചൊരിയണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. കുറേ സഹോദരിമാർ ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. 10ഓളം ഖത്തം ഓതി വെച്ചവരുണ്ട്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലുള്ളൊരു സഹോദരി 2 ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഖത്തം ഓതി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖത്തം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.